ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്നത്തെ ഈ ആരാധനയോടുകൂടെ ഇരിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് 5-ാമത്തെ വീക്ക് ആകുന്നുവല്ലോ, 5-ാം ദിനം ആയിട്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ പ്രകാരം നോമ്പിനോടുള്ള ബന്ധത്തിൽ ഈ കൂട്ടായ്മ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, നോമ്പിന്റെ ധ്യാനങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഈ 5 ദിനങ്ങളിലും വിവിധ മിഷൻ ഫീൽഡുകളിൽ നിന്നുള്ള അച്ഛന്മാരാണ് നമ്മുടെ ധ്യാനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് നേതൃത്വം നൽകുന്നത് ഉത്തരാഖണ്ഡ് മിഷന്റെ മിഷണറി ഇൻചാർജായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജിജോ അച്ഛനാണ്. അച്ഛൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ കൂട്ടായ്മ നമ്മുടെയൊക്കെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഈ കൂട്ടായ്മ ആരംഭിക്കാം. ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് സുഷാമാണി ആന്റിയാണ്. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് അൻബിനാണ്. സുഷാമാണി ആന്റിയെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അതിനുശേഷം പാട്ടുകൾക്ക് അൻബിൻ നേതൃത്വം നൽകുന്നു. കേക്കാവോ? കേക്കാം ആന്റി. സ്തോത്രം. സർവശക്തനും സുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവേ, ഓരോ ദിവസവും കർത്താവെ ഞങ്ങളെ ക്ഷേമമായും സുഖമായും പരിപാലിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പിതാവെ, സ്തുതിക്കുന്നു. ഈ നോയമ്പ് കാലയളവിൽ സഭയായി കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ക്ഷേമമായും സുഖമായും നീ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും കർത്താവെ ദൈവമേ ഞങ്ങളുടെ ഈ കൂടിവരവിൽ കടന്നു വരികയും കർത്താവെ വചനത്തിലൂടെ നല്ല മെസ്സേജ് തരികയും ചെയ്ത ബഹുമാനരായ എല്ലാ അച്ഛന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവനാമ മഹത്വത്തിനായി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർത്ത് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും അവിടുത്തെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ നിക്ഷേമമായി കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരുന്ന കർത്താവെ ജിജോ അച്ഛനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ മെസ്സേജ് ഒക്കെയും കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും കർത്താവെ ആക്കി അവിടുന്ന് തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പാട്ടുകളെ, ഞങ്ങളുടെ സങ്കീർത്തനങ്ങളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് കർത്താവെ നീ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ അപേക്ഷകളെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ പിതാവേ, ഞങ്ങളുടെ നോയമ്പ് കാലയളവിലെ കർത്താവെ ഞങ്ങളുടെ വരവുകളും വെറും ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും മാത്രം തീരാതെ ദൈവത്തിന് പ്രസാദമുള്ള യഥാർത്ഥ രൂപാന്തരം പ്രാപിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ നൽകുന്നവരായി ഞങ്ങളെ തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കർത്താവെ നിന്റെ നാമം മഹത്വത്തിനും നിനക്ക് പ്രസാദകരമായി തീർക്കുമെന്ന് ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കർത്താവെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സർവവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വെച്ച അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ആമേൻ. സ്തോത്രം. കേക്കാവോ? അച്ഛന്റെ വോയിസ് മ്യൂട്ടോ? കേക്കാം അൻപിൻ, കേക്കാം, ക്ലിയർ ആണ്. നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്ന പാട്ട് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളിൽ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു സുഖവും മനഃശാന്തിയതോ സുഖവും മനഃശാന്തിയതോ എന്റെ തിരുസാന്നിധ്യേ എനിക്ക് എന്റെ യേശുവിന്റെ തിരുസാന്നിധ്യേ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുരുക്കും അവനോട് ചുരുക്കരുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അനുവേദന പരശോധന മമ ജീവിത പാതയതേ അനുവേദന പരശോധന മമ ജീവിത പാതയതേ പരതേരിടുമ്പോൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകൾ അനുഗമിച്ചുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നെ കരുതുന്ന കർത്തനവൻ കനല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന മടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന മടുത്ത സഹായകൻ ദൈവകൃപയിൽ അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അവനോട് ചുവടുകൾ അനുഗമിച്ചിടും അവനോട് ചുവടുകൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു ദിനമൊക്കെ തന്റെ നാമമഹത്വത്തിനാ എന്റെ ദിനമൊക്കെ തന്റെ നാമമഹത്വത്തിനാ ഒരു ഒരു കൈ തിരിമ്പോൾ കത്തിയെരിഞ്ഞൊരിക്കൽ ഭക്തതയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകൾ അനുഗമിച്ചിടും അവനോട് ചുവടുകൾ കൃപയിൽ ഞാൻ ആശ്രയിച്ചു. നമുക്ക് അടുത്തതായിട്ട് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ നിങ്ങൾ പാട്ട് പാടാം. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് സമാനം സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എനിക്കാവതില്ലേ അതിനാഴമള
ബഹുലമത് അതിശയമേ ദൈവത്തിന്റെ എത്ര മനോഹരമേ. ആയിരം നാവുകൾ പതിനായിരത്തിൻ്റെ ചൊല്ലിടും പാരില സാധ്യമാകൂ. അതിശയമേ ദൈവത്തിന്റെ എത്ര മനോഹരമേ. മോദമെഴും തിരുമാറിലുല്ലാസം എന്തതും ചേർന്നിരുന്നു. എനിക്ക് അതിനമേശുവെ പാതകക്കായിട്ടും സ്നേഹമതിശയമേ. അതിശയമേ ദൈവം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിച്ചു കാലത്തിലെന്തയവാ. സ്നേഹപാപിയെ നീ സ്നേഹിച്ചതോർക്കും ആശ്ചര്യമേറിടുന്നു. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതുല്യമഹോ. അതിശയമേ ദൈവത്തിന്റെ എത്ര മനോഹരമേ. നമുക്ക് അടുത്തതായിട്ട് കരുതുന്നവൻ ഞാനല്ലയോ എന്ന പാട്ട് പാടാം. കരുതുന്നവൻ ഞാനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയോ കൈവിടുകയില്ല ഞാൻ നിന്റെ. കണ്ണുനീരിന്റെ താഴ്വരയോ കൈവിടുകയില്ല ഞാൻ നിന്റെ. എന്റെ മഹത്വം കാണുക നീ എന്റെ കയ്യിൽ തരിക നിന്റെ. എന്റെ മഹത്വം കാണുക നീ എന്റെ കയ്യിൽ തരിക നിന്റെ. ശക്തിയോ നിന്നും പകർന്നു എന്നും പ്രത്യേകം സുഖം. എന്റെ ശക്തിയോ നിന്നും പകർന്നു എന്നും പ്രത്യേകം സുഖം. കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയോ കൈവിടുക. കണ്ണുനീരിന്റെ താഴ്വരയോ കൈവിടുകയില്ല ഞാൻ നിന്റെ. എല്ലാവരും നിന്നെ മറന്നോ ഞാൻ നിന്നെ മറന്നിരുമോ. എല്ലാവരും നിന്നെ
നിന്നെ മറന്നോ, ഞാൻ നിന്നെ മറന്നിരുമോ, നിന്റെ കരത്ത് നിന്നെ വഹിച്ചു കടത്തിടും വരയിൽ, എന്റെ കാലത്ത് നിന്നെ വഹിച്ചു കടത്തിടും വരയിൽ, അവൻ ഞാനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നേ, താഴ്വരയോ കൈവിരവൻ കണ്ണുനീരിന്റെ താഴ്വരയോ കൈവിരവല്ല, അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യയില്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, വഴി തുറപ്പോ ഞാൻ ശക്തനല്ലയോ, ചെങ്കാരിലോ വഴി തുറപ്പോ ഞാൻ ശക്തനല്ലയോ, അവൻ ഞാനല്ലയോ അവൻ അവൻ ഞാനല്ലയോ അവൻ കണ്ണുനീരിന്റെ കണ്ണുനീരിന്റെ താഴ്വരയോ സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം വായിക്കുന്നത് അഭിലാഷ്. അതിനുശേഷം പാഠം വായിക്കുന്നത് PM ജോണൻ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 51, Psalms 51. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. നീ ഒഴിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാത്തവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും നീ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോണിനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ഇപ്പോഴും എന്നിട്ടുള്ള പ്രകാരം പാഠം വായിച്ചു കേൾക്കാം.
ഇന്നത്തേക്കുള്ള പാഠം PM ജോണങ്കിൾ. PM ജോണങ്കിൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ഇന്നത്തേക്കുള്ള പാഠം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ വന്ന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കമിണു വീണു. അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലണ്ടൻ മെഡിറ്റേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ 5-ാം ദിനവും ഇപ്രകാരം കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കുന്നുവല്ലോ. നോമ്പിന്റെ നാളുകൾ ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ, ധ്യാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ ഈ നാളുകളിൽ നമുക്കിടയാകുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിത അനുഭവത്തിന് മധ്യത്തിലും ഈ നോമ്പ് കാലഘട്ടം വളരെ അർത്ഥപൂർണമായി അത് നോക്കുവാൻ തക്കവണ്ണം, അതിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കുന്നുവല്ലോ. ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ചേർന്ന് വരുവാൻ ഇടവകയായി ദൈവം നമ്മെ ഇടയാക്കുന്നു. ഈ നാളുകളിലൊക്കെയും നമ്മുടെ വചന ധ്യാനത്തിന് വിവിധ അച്ഛന്മാർ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് മിഷൻ ഫീൽഡുകളിൽ നിൽക്കുന്നതായ അച്ഛന്മാർ നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകി. അതൊക്കെയും നമ്മെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു സന്തോഷം നൽകുന്ന വസ്തുതയായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുവാൻ കടന്നു വന്നിരിക്കുന്നത് ഉത്തരാഞ്ചൽ മിഷണറി ആയിരിക്കുന്ന ബഹുമാനമുള്ള ജിജോ അച്ഛനാണ്. ജിജോ ജോർജ് അച്ഛനാണ്. അച്ഛൻ ഇന്നത്തെ ധ്യാനത്തെ പറ്റി പറഞ്ഞപ്പോൾ, മെസ്സേജ് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛൻ ആ ദൗത്യം ഏറ്റെടുത്തു. അച്ഛൻ ഇപ്പോൾ ഉത്തരാഞ്ചൽ മിഷന്റെ മിഷണറി ഇൻചാർജായി പ്രവർത്തിക്കുന്നു. അച്ഛൻ ഭോപ്പാൽ സ്വദേശിയാണ്. ഉത്തരാഞ്ചൽ മിഷൻ നമുക്ക് ഫെമിലിയർ ആയ ഒരു മിഷൻ ഫീൽഡ് ആകുന്നുവല്ലോ. നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ ഫീൽഡാണ് ഉത്തരാഞ്ചൽ മിഷൻ. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എന്നുള്ള, എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ നമ്മുടെ മഹാഇടവക ആരംഭിച്ചതായ ഒരു മിഷൻ ഫീൽഡാണ് ഉത്തരാഞ്ചൽ. 2005 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ മിഷൻ വർക്കുകൾ ധാരാളം വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ നമ്മോട് അവിടുത്തെ കാര്യങ്ങളൊക്കെയും അച്ഛൻ്റെ മെസ്സേജിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നമുക്ക് മെയിനായിട്ട് ട്യൂഷൻ സെന്ററുകൾ, കമ്പ്യൂട്ടർ സെന്റർ, ടൈലറിംഗ് സെന്റർ എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ പ്രവർത്തിക്കുവാൻ യാതൊരുവിധ സാധ്യതയുമില്ല. വെല്ലുവിളികൾ ഏറെ ഉണ്ട് എങ്കിലും അവിടെ സാധ്യതകളും വളരെയാണ്. ആ സാധ്യതകൾ കണ്ടെത്തി വളരെ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ ഈ നാളുകളിലൊക്കെയും അച്ഛന് കുടുംബമായി അവിടെ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നു. അച്ഛൻ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട്, ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുവാനായിട്ട് കടന്നു വന്നത് നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിന്റെ ഒരു മുഖാന്തരമാണ്, അനുഗ്രഹത്തിന്റെ സമയമാണ്, സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇടവകയുടെ പേരിൽ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഏവരുടെയും പേരിൽ അച്ഛനെ ഈ ലണ്ടൻ മെഡിറ്റേഷൻ നേതൃത്വം നൽകുവാൻ ഏറ്റവും വിനയത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കുടുംബമായിട്ടാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. വെൽക്കം അച്ഛ. അടുത്ത പാട്ടിന് ശേഷം അവിടുത്തെ ഒരു വർക്കിനെ പറ്റിയുള്ളതായ ഒരു
PPT അച്ഛൻ നൽകിയിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ബഹുമാനമുള്ള അച്ഛൻ ഇന്നത്തെ നോമ്പ് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നതായിരിക്കും. ഇപ്പോൾ അൻപിൻ ഒരു പാട്ടും കൂടെ പാടുന്നു. അടുത്തായിട്ട് തുണ എനിക്ക് യേശുവേ എന്നുള്ള പാട്ട് പാടാം. തുണ എനിക്ക് യേശുവേ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. പകന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോ. തുണ എനിക്ക് കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരുത്തോ ഇറകുകളൻ കീഴിൽ പരിചയം പലകയുമാരി തുണ എനിക്ക് കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. വലമിട്ടായിരങ്ങൾ വലിയവർ വീണാലും വലയമെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ മരകൾ ആശ്വസിപ്പിച്ചിടുവാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തന്നിലേ മറവിൽ വസിച്ചിടും ഞാൻ. ഇപ്പോൾ അവിടുത്തെ ഉത്തരാഞ്ചൽ മിഷന്റെ വർക്കിനെ പറ്റിയുള്ളതായ ഒരു പവർ പോയിന്റ് നമുക്ക് കാണാം. അതിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ബഹുമാനമുള്ള അച്ഛൻ തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കണം. അച്ഛൻ ഇതിന്റെ കൂടെ സംസാരിക്കാൻ പറ്റുമോ അച്ഛാ? അച്ഛാ ജസ്റ്റ് അത് വേണേ അച്ഛൻ സ്ക്രോൾ ചെയ്തോ, ഞാൻ ഇവിടുന്ന് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ അച്ഛൻ ആരംഭിക്കുകയാണ്. അച്ഛനെ ഏറെ വിനയത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ലണ്ടൻ മെഡിറ്റേഷന് വേണ്ടി. താങ്ക് യു സോ മച്ച് അച്ഛാ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ശാന്തോ മനോഹരമായ ഈ ദിവസത്തിന്റെ പ്രഭാതം മുതൽ രാത്രി സമയം വരെ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തു പരിപാലിച്ചതായി നന്ദി കരയറ്റുന്നു. പ്രഭാതത്തിൽ ആരോഗ്യത്തോടും ബലത്തോടെ എഴുന്നേൽക്കുവാനും ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുവാനും ഞങ്ങളുടെ പഠന സ്ഥലങ്ങളിലേക്ക് പോകുവാനും ഞങ്ങൾക്ക് അധ്വാനിക്കുവാനും ഓടുവാനും ഒക്കെ അവസരങ്ങളെ ഒരുക്കി നൽകി തന്ന ദൈവത്തിന്
ദൈവമേ അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു കർത്താവെ. ഈ രാത്രി സമയത്ത് കർത്താവെ, ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ കർത്താവെ, അല്പനേരം കർത്താവെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അങ്ങടുത്തെ വചനത്തെ കർത്താവ് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി നൽകി തന്ന ഈ നല്ല അവസരത്തായി നന്ദി കരയറ്റുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, അല്പനേരം അങ്ങടുത്തെ ആയിരിക്കുമ്പോൾ കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം പറയുന്ന അടിനെയും കർത്താവും കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. മാനവമത്തെടുത്തോളമേ എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഈ ഒരു നോമ്പിന്റെ ആരാധന ഒന്ന് പങ്കുചേരുവാൻ വലുതായ ദൈവം നമുക്ക് അവസരം നൽകി തന്നതായി ദൈവത്തെ മഹത്വം കരയിട്ടു. പ്രത്യേകിച്ച് നമുക്കൊക്കെ എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും താമസിക്കുന്നതും. എങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആലയത്തിൽ വരാൻ പറ്റുന്നില്ലെങ്കിലും വലുതായ ദൈവം നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്നോളജി നൽകി തന്നുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഈ നോമ്പിന്റെ പ്രാർത്ഥന അല്ലെ നോമ്പിന്റെ ഈ ഒരു ധ്യാനം നമുക്കൊന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വം കരയറ്റുവാനും വലിയ ദൈവം നമുക്ക് അവസരത്തെ ഒരുക്കി നൽകി തന്നെ ഞാൻ ദൈവത്തെ മഹത്വം കരയിട്ടു. പ്രത്യേകിച്ച് 2 ദിവസം മുമ്പേ ജെറിനച്ചൻ എന്നെ വിളിക്കുകയും ഈ ഒരു മീറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ആ ക്ഷണം ഞാൻ സ്വീകരിച്ച് ഞങ്ങളെ ഓർത്ത ജെറിനച്ചനോടും അതോടൊപ്പം തന്നെ അവിടുത്തെ CSA ഇമ്മാനുവേൽ ദേവാലയത്തിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞാനൊരു PPT അച്ഛനെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത് നിങ്ങൾക്ക് അത് കാണിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ഉത്തരാഞ്ചൽ മിഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉത്തരാഞ്ചൽ മിഷൻ ആരംഭിച്ചത് 2005 സെപ്റ്റംബർ മാസം ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ഈ ഒരു നമ്മുടെ ഈ ഉത്തരാഞ്ചൽ മിഷൻ ആരംഭിക്കുന്നത്. ഈ മിഷൻ ആരംഭിക്കുന്നത് റെവറൻ റോബിൻ ഐ പച്ചനിലൂടെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇതൊരു 17 വർഷമായിട്ട് ഇത് നമ്മൾ തുടർന്ന് വരികയാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയും അതുകൂടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മുടെ സെന്ററിൽ വിളിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ വിളിക്കുകയും അന്നത്തെ ആ ഒക്കേഷനെ കുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവരോട് കൂടെ ചില നേരം അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ട്യൂഷൻ സെന്റർ ഉണ്ട്. ഈ ട്യൂഷൻ സെന്റർ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കെട്ടിടമായിട്ടൊന്നുമല്ല. നമുക്കൊരു 12 ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ട്, 12 ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. ആ ലേഡി ടീച്ചേഴ്സിന് വീടുകളിലാണ് നമ്മൾ ഈ സെന്റേഴ്സ് നടത്തുന്നത്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ, സുനിത എന്ന് പറഞ്ഞ ടീച്ചർ മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ റോബിൻ ഐ പച്ചൻ ആരംഭിച്ച അന്ന് മുതൽ ഇന്നത്തെ ഈ സമയം നമ്മുടെ ഈ മിഷനോട് കൂടെ നിൽക്കുന്ന ആ ഒരേ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ. ആ ഒരു ടീച്ചർ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ മതത്തെ മാറ്റുമൊന്നുമില്ല. ബസ് ജസ്റ്റ് വി ആർ ഗിവിംഗ് എ ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ. അവർക്ക് നല്ലൊരു ഗുഡ് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ ആ ടീച്ചർ മനസ്സിലായതുകൊണ്ട് ആ ടീച്ചർ ഈ 17 വർഷമായിട്ടും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ മറ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചില 2 വർഷമായിട്ടുള്ളവരുണ്ട്, ചിലർ 4 വർഷമായിട്ടുണ്ട്. അത് അവരുടെ സാഹചര്യം അനുസരിച്ച് അവര് നമ്മളോട് കൂടി നിൽക്കുക. പക്ഷെങ്കിൽ ഒരു ഓപ്പൺനെസ് അവരവരുടെ ഭവനങ്ങളാണ് നമുക്ക് ഈ ഒരു ട്യൂഷൻ സെന്റർ. അവിടുത്തെ ഒരു ടീച്ചറിന്റെ അറൌണ്ട് 10 to 15 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവരുടെ ആ ഭവനത്തിൽ നമുക്കൊരു അവസരമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സ് പറയും ഇതിവിടെ ട്യൂഷൻ നടത്തേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലോസ്. കാരണം അങ്ങനെ അവർ ചെയ്ത് ആ ടീച്ചർ നമ്മുടെ ഇത് പോകും, ആ ഒരു കുഞ്ഞുങ്ങളും ഒരു 10-12 കുഞ്ഞുങ്ങളും നമ്മുടെ ഇന്ന് പോകും. പക്ഷെങ്കിൽ അന്ന് വരെ ദൈവം സഹായിച്ച് ഈ മിഷൻ നിന്നു പോകാതെ അത് കാലാകാലങ്ങളായി അത് ദൈവം നടത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു 12 ട്യൂഷൻ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ്, ആ ടീച്ചർമാരുടെ വീട്ടിൽ നമ്മൾ ഈ ട്യൂഷൻ എടുക്കുക. അപ്പൊ ഞാൻ 4-4:30 ആകുമ്പോഴത്തേക്ക് ആ സെന്ററിലേക്ക് പോയി വിസിറ്റ് ചെയ്യും. അവരുടെ അവർ പഠിക്കുന്ന ആ കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യും. അതിലൂടെ നമുക്ക് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് വി ഷോ സം വീഡിയോസ് ഓർ നല്ല കാര്യങ്ങൾ കാണിച്ച് അവരെ നമ്മൾ പഠിപ്പിക്കുക. പക്ഷെങ്കിൽ ഏത് കാര്യം അവിടെ തുടങ്ങി നമ്മൾ പ്രാർത്ഥനയോടെ, നമ്മുടെ രീതി അനുസരിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങണം. പിന്നെ മുന്നോട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് അത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏത് കാര്യം അവിടെ തുടങ്ങിയാലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അവിടുത്തെ ടീച്ചേഴ്സ്മാരോ അവിടുത്തെ കുഞ്ഞുങ്ങളോ അവർക്ക് അത് എതിർപ്പൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഈ
സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 സെന്റർ എൻ്റെ വീടിന്റെ അടുത്തായിട്ടും മറ്റേ ഒരു 6 സെന്റർ ഒരു ഹിലി ഏരിയാസിൽ, അത് ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ആ ഒരു സെന്റർ ഉള്ളത്. അവിടെ ഒരു നമുക്ക് കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്. ഒന്ന് ഞാൻ താമസിക്കുന്നിടത്ത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്. അങ്ങനെ 2 കമ്പ്യൂട്ടർ സെന്റേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു കമ്പ്യൂട്ടർ സെന്റർ പ്രവർത്തിക്കുന്നിടത്ത് ആ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങൾ, ആ ഗ്രാമത്തിലൊന്നും വലിയ എന്താ പറയുന്നത് എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരൊന്നും, എല്ലാവരും ഈ ഹിലി ഏരിയാസിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഈ സാധനം അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നത് തന്നെ ഈ സിറ്റിയിലാണ്. അവിടുന്ന് ആ മല ഇറങ്ങി വരുവാൻ തന്നെ ഒരു നല്ല റോഡിലേക്ക് എത്താൻ വേണ്ടി തന്നെ 5 കിലോമീറ്റർ ഉണ്ട്. കാരണം അത് ഫുൾ ഇറക്കമാണ് അത് ഉള്ളത്. ഞാൻ ആ പവർ പോയിന്റ് എത്താൻ എനിക്കൊന്ന് ഏറ്റവും അവസാനം ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ വഴികളിലൂടെ ആയി പിള്ളേർ വരുന്നത്. പക്ഷെങ്കിൽ പിള്ളേർ വന്ന് പഠിച്ച ശേഷം വീണ്ടും അവർ പോകും. പക്ഷെങ്കിൽ ആ ഒരു സിറ്റിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സെന്റർ നമുക്കുള്ളതുകൊണ്ട്, നമുക്കൊരു അവിടെ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ ചെല്ലുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും, ഈ ഒരു സെന്റർ ഉള്ളതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവർ കമ്പ്യൂട്ടറൊക്കെ ആദ്യമായിട്ട് അവർ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തൊടുകയും അവർ കാണുകയും ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ അവർ നോക്കും. പക്ഷെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ആ കുഞ്ഞുങ്ങൾ ആ ഒരു കമ്പ്യൂട്ടറെ എന്തെങ്കിലും അവർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനകത്ത് കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ കീസോ അല്ലെങ്കിൽ സീപ്പോ എന്തെങ്കിലും അവിടെ പോകും. കാരണം പിള്ളേർക്ക് ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് ഓൾ ദോസ്. പക്ഷെ നമ്മൾ അതിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചില സമയത്ത് ഒരു അവസരം കിട്ടും ക്രിസ്തുവിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മളത് പറയാൻ പറ്റുവാണെങ്കിൽ ചില കാര്യം നമുക്ക് അവിടെ ചെയ്യാം. പിന്നെ നമ്മൾ ആ ഒരു ദേശം നമ്മൾ ക്രിസ്മസ് പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് ക്രിസ്മസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും, ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും. നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. ഈ ഗിഫ്റ്റും പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയാണ്, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറയാം, എല്ലാം തുടക്കത്തിൽ എല്ലാം ഇത് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഒരു ഓപ്പണിംഗ് ഉള്ളത്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് പ്രോഗ്രാംസ്, അങ്ങനെ നമ്മുടെ വുമൻസിനുള്ള വുമൻസ് ഡേ വരുമ്പോഴത്തേക്കുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക്, അങ്ങനെ പല ഒക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ആ സെന്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ആ ഒരു വില്ലേജുകാരോട് അല്ലെ ആ ടീച്ചേഴ്സിനോട് ആ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇച്ചിരി അടുക്കും. ആ അടുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരു ചെറിയ ഓപ്പണിങ്. പക്ഷെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാം, നമുക്ക് അവിടെ എങ്ങും നമ്മുടെ സ്വന്തമായിട്ടൊരു സ്ഥലം, നമ്മളെല്ലാം വാടകയ്ക്ക് അവിടെ ഉള്ളത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞ, അവര് നമ്മളോട് പറയാം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശം. ഒരു പക്ഷേ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ ജീവിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ഒക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഈ ഒരു ചുറ്റുപാട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുൾ ഹില്ലി ഏരിയസ്. ഈ ഫോട്ടോയ്ക്കകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ചുറ്റുപാട് മൊത്തം മലയാണ്. ആ മലയുടെ ചുറ്റുപാടില നമ്മൾ താമസിക്കുകയും ഇവിടുത്തെ ആൾക്കാർ ഞങ്ങളുടെ ശിവനും പാർവതിയും വസിക്കുന്ന ഒരു സ്ഥലം. കാരണം ഈ സിറ്റുവേഷൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് തോന്നും. കാരണം ഇറ്റ്സ് അവർ ഒരു റിലീജിയസ് പ്ലേസ് ഉണ്ട്. ഇവിടെ ഹരിദ്വാർ ഉണ്ട്, ഋഷികേശ് ഉണ്ട്. ഇതെല്ലാം ഈ ദെഹ്റാദൂണിനെല്ലാം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് മറ്റ് പല സ്റ്റേറ്റിൽ നിന്ന്, മറ്റ് രാജ്യത്തിൽ നിന്ന് പലരും ഈ ഒരു ദേശീയ ഋഷികേശിലെ ഹരിദ്വാറിലേക്ക് വരെയും അവരുടെ ഒരു ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ പ്ലേസ്, അവിടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലം. അങ്ങനെയുള്ള ഒരു സ്ഥലത്താ നമ്മൾ ഈ ജീവനുള്ള ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അവരോട് പങ്കെടുക്കുന്നത്. പക്ഷെങ്കിൽ ആ ഒരു ചില ടീച്ചേഴ്സ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവർക്ക് ആ ഒരു ഭവനത്തിൽ പോകുവാനും അവരോട് സംസാരിക്കുവാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നത്. പക്ഷെ അവര് എന്ന് നമ്മളോട് പറയാൻ വേണ്ടെന്ന് പറയാൻ നമുക്ക് അന്ന് ആ ടീച്ചർ പോകും, ആ ഒരു 10-12 കുഞ്ഞുങ്ങൾ നമ്മളെ നഷ്ടപ്പെടും. പക്ഷെങ്കിൽ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ദൈവം സഹായിച്ച ആ 125 കുഞ്ഞുങ്ങളെ നമുക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന വേണം. പ്രാർത്ഥനയോടൊപ്പം തന്നെ നിങ്ങളിൽ പലരും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ദേശത്തിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മിഷനെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ ഏറ്റവും നോർത്തേൺ പാർട്ടിലുള്ള നമ്മുടെ ഒരു മിഷൻ ഫീൽഡാണ്. അപ്പം ഈ ഒരു മിഷനിൽ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. കാരണം മറ്റ് മിഷനിൽ ഒരു വ്യത്യാസം, അതാണ് ഞങ്ങൾ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മറ്റേ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടൈലറിംഗ് സെന്റർ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അത് ടീച്ചർ എന്തോ ചെയ്യുന്ന ടീച്ചർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, അവർ തയ്യലൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യുന്നത്. മറ്റേത് നമുക്കിവിടെ ഉള്ളത് 2 ലോക്കൽ മിഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദെഹ്റാദൂണിൽ നിന്ന് ഒരു 80 to 90 കിലോമീറ്റേഴ്സ് അവേ ആണ് നമ്മുടെ ആ ഒരു മിഷൻ. ദാറ്റ് ഈസ് UP ബോർഡറിലാണ്. നമുക്ക് മഹാവീർ സിംഗും രവികുമാർ, ഈ 2 വ്യക്തികളാണ് നമുക്കുള്ളത്. അവര് നമ്മുടെ കൂടെ നമ്മൾ അവിടുത്തെ ആ ഗ്രാമത്തിലേക്ക് വരിക, അവർ നമ്മളെ കൊണ്ടുപോയി ഒക്കെ ചെയ്യും. അപ്പം അവിടെ 2 ലോക്കൽ മിഷൻ, ഒരു ലോക്കൽ മിഷണറിയുടെ ഫ്രണ്ട് ഒരു സ്കൂളിന്റെ ഒരു സ്ഥാപനം, ഒരു കെട്ടിടം നമുക്ക് നൽകി. അത് ഇറ്റ്സ് എ പ്രൈവറ്റ് സ്കൂൾ. അപ്പൊ ആ സ്കൂൾ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നത്, ശനിയാഴ്ച അവിടെ ഫ്രീ. അപ്പം
ഈ ഒരു ആ ഒരു ഹോള് അവരൊരു പള്ളിയുടെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ആലയത്തിന്റെ രീതിയിൽ അവർ അറേഞ്ച് ചെയ്യും. ആ ബെഞ്ചസ് ഒക്കെ നമ്മൾ പള്ളിയിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ലെവലിലേക്ക് 2 സൈഡ് ബെഞ്ച് ആക്കിക്കൊണ്ട് ഇടയ്ക്കൊരു വഴി കൊടുത്തോണ്ട് അവര് അത് അറേഞ്ച് ചെയ്യുന്നത്. അത് ഞായറാഴ്ചകളിൽ അവിടെ ഒരു ആരാധന അവിടെ നടക്കുന്നുണ്ട്. അത് അവിടെ ആ ലോക്കൽ മിഷൻ ഫ്രണ്ട് അങ്ങനെ ഒരു കെട്ടിടം നമുക്ക് നൽകി തന്നുകൊണ്ട് ആ ഒരു അറൌണ്ട് ഒരു 100 കൂടുതൽ അധികം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ആ ഈ 100 കൂടുതൽ അധികം ആൾക്കാർ വരുന്നത് അവരാരും വിശ്വാസത്തിൽ വന്നുള്ളതൊന്നുമല്ല, പക്ഷെങ്കിൽ ഈ ഒരു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും ക്രിസ്തുവിന്റെ പാട്ടുകൾ കേൾക്കുവാനും വചനം കേൾക്കുവാനും വരുന്നവരാണ്. അതിൽ ഒരു മിഷണറി കുടുംബം, 2 മിഷണറി കുടുംബം, അവരോട് കൂടെ ഒരു 20-25 ആൾക്കാർ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്നവരും. അവര് സ്നാനം കഴിച്ചു. ആ ഒരു ആൾക്കാർ മറ്റു ഈ ഞാൻ പറയുന്നത് അറൌണ്ട് ഈ 70 to 60 ആൾക്കാർ ഒക്കെ, ഈ 60-70 ആൾക്കാർ വരുന്നതെല്ലാം മറ്റു മതത്തിലുള്ള അവർ കേൾക്കാൻ വരുന്നവരുണ്ട്, പാട്ട് കേൾക്കാൻ വരും, അവർ വരും. ചിലപ്പോൾ ആ ആരാധന നടക്കുന്ന ഇടയ്ക്ക് തന്നെ അവർ പോകും. പക്ഷെ നമ്മൾ ഈ ആരാധന അവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈസ് ആൻഡ് വർഷിപ്പ്. നമുക്ക് ലിറ്റർജി ആയിട്ടൊന്നും നമുക്ക് അവിടെ എടുക്കാൻ ഒക്കത്തില്ല. ജസ്റ്റ് നമുക്ക് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്, പാട്ടുകൾ പാടി അവരെ എങ്ങനെ നമ്മൾ ബൈബിളൊക്കെ വായിക്കാൻ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. നമ്മൾ ചില പ്രസംഗിക്കുമ്പോൾ ഒക്കെ അവർ കൈപൊക്കി ചോദിക്കും, ഇന്ന ഡൗട്ട്സ് ഒക്കെ അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയും. അത് പക്ക അവർ ഗ്രാമത്തിൽ നിന്ന് വരും. അവരെല്ലാവരും ഈ കൃഷി ചെയ്യുന്നവരും അല്ലെങ്കിൽ ടാർ പണിക്ക് പോകുന്നവരും, അങ്ങനെ ഒത്തിരി എന്നാ പറയുന്നത് ഗ്രാമത്തിൽ ഒത്തിരി ഉള്ളിലുള്ള ആൾക്കാർ, അവർ അങ്ങനത്തെ ജോലി ചെയ്യുന്നവർ. അതപ്പോ അവർക്ക് ഈ ഒരു ഹോളിലേക്ക് വരും, അവർക്ക് വേറൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് അവർ നമ്മൾ ചില കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അല്ലെ പാട്ടും അവർ ചില കാര്യം നമ്മൾ പെട്ടെന്ന് കൈപൊക്കും, ഇന്ന ഡൗട്ട് അവർ ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അവർ ഒരു വില്ലേജ് ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഓപ്പണിംഗ് നമുക്കുണ്ട്. അവിടെ നമ്മൾ പോവുകയും ഇറ്റ്സ് എ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ ഒരു ലോക്കൽ മിഷണറി ഉണ്ട്, രവികുമാർ വീട്ടില പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്. അവിടെ അറൌണ്ട് 20 to 25 ആൾക്കാർ അവിടെ വരും. അതുകൊണ്ട് ആ ഒരു വീടായതുകൊണ്ട് ഒത്തിരി പേര് അവിടെ വരാൻ സാധിക്കത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ വചനം പഠിക്കുകയും അവരെ പാട്ടുകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ നമുക്ക് ഒരു 10 to 15 സൺഡേ സ്കൂളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. അത് അവരെ ആ കുഞ്ഞുങ്ങളൊക്കെ വളർന്നവരെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഈ ആരാധന മുമ്പായിട്ട് നമ്മൾ ഈ സൺഡേ സ്കൂൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ ആ സൺഡേ സ്കൂളിലൂടെ ആ കുഞ്ഞുങ്ങളെ പഠിക്കും, എങ്ങനെ നമ്മളൊരു പള്ളി വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കണം, എങ്ങനെ ആ ബൈബിളിനെ പിടിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല ആ ഹോളിലേക്ക് അവർ വരുമ്പോഴത്തേക്ക് അവർ വളരെ സന്തോഷത്തോടെ അവര് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ വരും. കാരണം അവരെല്ലാം ഗ്രാമത്തിലെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 2 ലോക്കൽ മിഷണറീസ് ഉണ്ട്. അവിടെ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. അങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ ഈ ലോക്കൽ മിഷണറുടെ ഭവനങ്ങളിൽ ആ ഒരു ആലയത്തിൽ ചെല്ലുകയും അവിടെ ആരാധന എടുക്കുകയും മാസത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ ഇവിടെ നമ്മുടെ ദെഹ്റാദൂണിൽ ഒരു മലയാളം വർഷിപ്പ് ആരംഭിച്ചത്. ഞാനിപ്പം വന്നതിന് ശേഷം അത് ഞാൻ ആരംഭിച്ചത് ഞാൻ വന്നതിന് ശേഷം ഒരു 17 വർഷം നമ്മളൊരു ഇൻഡിപെൻഡന്റ് വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. പക്ഷെങ്കിൽ ആ അങ്കിളും ആന്റിയും റിട്ടയർഡ് ആയതിനു ശേഷം എന്നോട് പറഞ്ഞ് ഞങ്ങൾ ആ ഭവനത്തേക്ക് വീണ്ടും മടങ്ങി വരും, അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വീട് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ നമ്മൾ മാറി ഒരു വേറെ വീട്ടിലേക്ക് വന്നു. പക്ഷെ ആ ഒരു വീട്ടിൽ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് വീടല്ലാത്തതുകൊണ്ട് താഴെ ഓണർ ഉണ്ട്, മറ്റ് ഫാമിലീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചില മിഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. നമ്മുടെ ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ തന്നെ ആ ടീച്ചർമാരുടെ വീട്ടിലേക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് ചെല്ലും. പക്ഷെങ്കിൽ നമ്മുടെ ലോക്കൽ മിഷണറീസ് മലയാളിയായിട്ടുള്ളവരെല്ലാവരും നമ്മുടെ വീട്ടിൽ വരികയും പോകുകയൊക്കെ ചെയ്യും. അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റ് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ ശ്രദ്ധിക്കും, ഇത് അവരുടെ ആൾക്കാരാണ്, ഇവരെന്തുകൊണ്ട് എപ്പോഴും ഈ ഒരു ഫാമിലിയോട് അറ്റാച്ച് ആയി എനിക്ക് എന്തുകൊണ്ടാണ് അവരെപ്പോഴും വരുന്നത്, ഇങ്ങനെ ചില ഡൗട്ട്സുകളുണ്ട്. കാരണം ഞാൻ ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഈ വീട്ടിൽ ഓണറിൽ നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ ഞങ്ങളുടെ ആൾക്കാരെ ഒക്കെ മതം മാറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ 17 വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് സെന്റർ ഉണ്ട്. ജസ്റ്റ് വി ആർ ഗിവ് എ ഗുഡ് എഡ്യൂക്കേഷൻ. കാരണം തെറ്റായ ഒരു ചിന്തകൾ ഈ ഒരു സിറ്റുവേഷനിലുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കാശ് കൊണ്ട് അവർക്ക് കൊടുത്ത് അവരുടെ മതം മാറ്റുന്ന ഒരു തെറ്റായ ഒരു ചിന്താഗതി ഈ ഒരു സൊസൈറ്റി. പക്ഷെങ്കിൽ നമ്മളെ അറിയുന്നവരും ഈ സൊസൈറ്റിയിലുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു പ്രതിസന്ധി ഇല്ല നമ്മുടെ ഈ ഒരു മിഷൻ നമ്മളിവിടെ പ്രവർത്തിക്കുന്നതും നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പിന്നെ ഈ ഒരു വർഷിപ്പ് സെന്റർ നിങ്ങൾക്ക് കാണാം, നമുക്കിവിടെ ഗാസിയാബാദിൽ നിന്ന് മർത്തോമ സഭയുടെ ഒരു അച്ഛൻ വരുന്നുണ്ട്. അപ്പം CSI സഭയും മർത്തോമ സഭയും ഒരുമിച്ച് CNIയുടെ ആലയത്തിലും അല്ലെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സെന്ററിൽ നമ്മൾ ഒരുമിച്ച് വരാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്യുമെനിക്കൽ ആയിട്ട് ഒരു രീതിയിൽ നമ്മൾ തുടങ്ങി. അപ്പൊ അങ്ങനെ മർത്തോമ സഭ
സഭയുടെ ആൾക്കാരും CSI സഭയുടെ ആൾക്കാരും വരുന്നുണ്ട്. നമുക്കിപ്പോൾ അറൌണ്ട് ഒരു 20 to 25 ആൾക്കാർ നമ്മുടെ ഈ ആരാധനയിൽ പങ്കുചേരുന്നു. അവരുടെ അച്ഛൻ വരുമ്പോഴത്തേക്ക് എന്നെ ക്ഷണിക്കും. നമ്മുടെ CSI ഓർഡർ വർഷിപ്പ് വെക്കുമ്പോൾ ഞാനും അവരെ ക്ഷണിക്കും. അത് അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഈ ഒരു മിഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മിഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ മിഷനെ നിങ്ങൾ ഓർക്കണം, പ്രത്യേകിച്ച് നിങ്ങൾ ഈ മിഷനെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ നോർത്തിലെ ഏറ്റവും ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമ്മുടെ ഈ മിഷൻ, അവിടെ നമ്മൾ ഈ ജീവനുള്ള ക്രിസ്തുവിനെ നമ്മൾ അവരോട് ഷെയർ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വലിയ പ്രാർത്ഥന നമ്മുടെ ഈ ഉത്തരാഞ്ചൽ മിഷൻ വേണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളോടുമായി ഞാൻ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സസ് 11 to 19 വളരെ സുപരിചിതമായ ഒരു നല്ലൊരു വേദഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്നത് അവിടെ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ഒരു കാര്യങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കുഷ്ഠം ബാധിച്ചവര് അല്ലെ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്ന ഒരു കുഷ്ഠരോഗിയുടെ കഥയെന്ന് പറയാം. അല്ലെങ്കിൽ 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടുമുട്ടിയതായ ഒരു കഥയും വേണേ നമുക്ക് പറയാം. പല രീതിയിൽ നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അവിടെ നാം കാണുന്നത് 10 കുഷ്ഠരോഗികളും യേശുവും പിന്നെ യേശുവിനോട് ശിഷ്യന്മാരും കാണും, പല ആൾക്കാരും അവിടെ കാണും അല്ലെ. പക്ഷെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്നത് Luke chapter 17 verse 11, but now on his way to Jerusalem, Jesus traveled along the border between Samaria and Galilee. കർത്താവായ യേശു ക്രിസ്തു ഒരു ബോർഡറിൽ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ഓൺ ഹിസ് വേ ടു ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഗലീലി ടു ജെറുസലേം ആ സമയത്ത് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം കുഷ്ഠം ബാധിച്ചവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നമ്മൾ നിൽക്കും, നമ്മൾ അവരിൽ നിന്ന് അകന്നു നിന്നായിരിക്കും ഒരു പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കും. കാരണം ആ രോഗം എന്തായിരിക്കും? പകരുന്ന ഒരു രോഗമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദൂരെ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് അത് തന്നെയാണ്. ഇവിടെ കാണുന്നത് ആ 10 പേര് യേശുവിന്റെ അടുത്ത് വരുന്നത് അല്ലെ കാണുവാൻ വരുന്ന യേശു ഞങ്ങളെ സൗഖ്യമാക്കുന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് അല്ലെ. ആ യാത്രയിൽ അവിടെ കാണാൻ അവർ 2 ബോർഡർ ഇല്ല. കാരണം ഈ കുഷ്ഠം ബാധിച്ചവര് അവർ പാളയത്തിന് പുറത്ത് അല്ലെ ആ പട്ടണത്തിന് പുറത്ത് അവർക്ക് ആ ഒരു സമൂഹത്ത് താമസിക്കാനുള്ള ഒരു അംഗീകാരം ഇല്ലാത്തവർ അവരെപ്പോഴും തള്ളപ്പെട്ടവർ അല്ലെ അവർ മാറിയാണ് അവർ താമസിക്കുന്നത്. ഇവിടെ നാം കാണുവാൻ സാധിക്കും ഓൺ ഹിസ് വേ ടു ജെറുസലേം ജീസസ് ട്രാവൽ അലോങ് ദ ബോർഡർ ബിറ്റ്വീൻ സമറിയ ആൻഡ് ഗലീലി. ആ ഒരു ബോർഡറിൽ വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. പക്ഷെങ്കിൽ ആ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് അവർ ദൂരെ നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട് they stood at a distance and called loud voice, Jesus master have pity on us. അവർ ഉച്ചത്തിൽ എന്ത് ചെയ്യുക? അവര് വിളിച്ചു പറയുകയാണ് ലോർഡ് mercy on us എന്ന് വിളിച്ചു പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് അലറി അല്ലെങ്കിൽ ഇന്ന ലൗഡ് വോയിസിൽ നമ്മൾ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക്, പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വേദനയോടെയാണ് ഉച്ചത്ത് അല്ലെ അല്ലെങ്കിൽ ഉറക്കെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമായ കർത്താവേ ഞങ്ങളോട് കനിയണമേ എന്ന് നമ്മൾ അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഞാൻ ഒരു 6-8 മാസം മുമ്പേ നമ്മുടെ ഒറീസ മിഷൻ നമ്മുടെ ബിഷപ്പിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കുവാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ ഒന്ന് ഇടയായി. അപ്പൊ ഞാനും ബിഷപ്പും നമ്മുടെ ഓഫീസ് ബിയറേഴ്സ് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു 10 to 15 കുഷ്ഠരോഗികൾ ബാധിച്ച ആൾക്കാർ ആ സെന്ററിൽ ഒരു ഓടിട്ട ഒരു വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാ ഒരു കുഷ്ഠരോഗികൾ അത്രയും അടുത്ത് അവര് ശരിക്കും കാണുന്നത്. കുഞ്ഞിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, പക്ഷേങ്കിൽ നമ്മൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ മാറിപ്പോവായി. കാരണം നമുക്കറിയാം അത് ആ ഒരു ഡിസീസ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഒറീസ മിഷനിലേക്ക് ചെന്നപ്പോൾ അവിടെ 10-12 കുഷ്ഠരോഗികൾ ഒരു വീട്ടിൽ അവര് സ്വന്തമാണ് അവരുടെ ഈ രോഗം അല്ലെങ്കിൽ അവരുടെ ഈ പഴുപ്പും വ്രണവും അവർ പരസ്പരം അത് ഈ തുണിയുണ്ട്, ആ തുണി ചിലപ്പോൾ വഴി കിടക്കുന്ന ഒരു തുണി കൊണ്ടുവന്ന് അവര് റാപ്പ് ചെയ്തുകൊണ്ട് അവര് പരസ്പരം അവരുടെ വേദന പങ്കുവെക്കുന്നത്. കാരണം അടുത്ത് വേറെ ആർക്കും വരാനൊക്കത്തില്ല. അതുകൊണ്ട് അവര് തന്നെ പരസ്പരം അത് ചെയ്യുന്നവർ കണ്ടു. കാരണം അവരുടെ കൈകളൊക്കെ വീർത്ത് പഴുപ്പൊക്കെ ചാടി വേറെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ശരീരത്തെ ഒന്ന് അടുത്ത് കാണുവാൻ സാധിച്ചു.
ഒരു സമയം വരെ ആ ഒരു കുഷ്ഠരോഗികളെ ഒരു സൊസൈറ്റി ഏറ്റെടുത്തു. പക്ഷെ പിന്നീട് ആ സൊസൈറ്റി അവരെ ഉപേക്ഷിച്ചു പോയി. അന്ന് മുതൽ ആ ഒരു ഓടിട്ട വീടിനകത്ത് അവർ താമസിക്കുന്നത്. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നതും ചിലര് ഒരു റോഡ് സൈഡിൽ കൊണ്ടുവെക്കും, എന്നിട്ട് അവരോട് പറയും ഫുഡ് എടുത്തോളാൻ പറയും. അല്ലെങ്കിൽ ചിലര് അവർക്ക് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വെക്കും, എന്നിട്ട് അവർ സ്വന്തം ആ ഓടിട്ട വീടിനകത്ത് പരസ്പരം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ മധ്യല മഹാദേവ ആ ഒരു കുഷ്ഠരോഗിയുടെ ആ ഒരു ലെപ്രോസി സെന്ററിനെ ഏറ്റെടുക്കുക, ആ 10-12 ആൾക്കാർക്ക് നമ്മൾ ശുശ്രൂഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വലിയൊരു സംഭവം ഞാൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അതേ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇവിടെ യേശുവിനെ കാണാൻ വന്നത്. യെരുശലേമിലും കർത്താവായ യേശു ക്രിസ്തു ആ ബോർഡറിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ കണ്ടുമുട്ടിയ ആൾക്കാരും ഇപ്രകാരമുള്ള വേദനിച്ചവരാണല്ലോ ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ നാം കാണുന്നത് ഒന്നാമതായി ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം നോമ്പെടുക്കുന്നുണ്ട്, ഒരു പുതിയ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാണല്ലോ നമ്മൾ ഈ ഒരു നോമ്പിന്റെ കാലഘട്ടം നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകുവാൻ വേണ്ടിയാണല്ലോ നാം ഈ ഒരു നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് റിന്യൂവൽ ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ ടു റീയുണൈറ്റ് വിത്ത് ഗോഡ്. റിന്യൂവൽ ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ ടു റീയുണൈറ്റ് വിത്ത് ഗോഡ്. നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ ജീവിതശൈലി തുടങ്ങണം, ദൈവത്തിൽ ഒന്നാകണം എന്ന ഒരു ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ട് ആണ് ഞാൻ നിങ്ങളോടുമായി ഈ ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കുഷ്ഠരോഗിയെ കുറിച്ച് നാം നോക്കുവാണെങ്കിൽ അവരുടെ വേദന കാരണം കൊണ്ടാണല്ലോ അവര് ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവര് പറയുന്നുണ്ട് വി ആർ അൺക്ലീൻ അല്ലെ. അന്നത്തെ കാലഘട്ടത്തിൽ ദോസ് ഹു ആർ അൺക്ലീൻ, അവര് എന്താ പറയാ അശുദ്ധമായൊരു ദൂരെ നിന്ന് ആരെങ്കിലും വരുവാണ്, അപ്പൊ ഞങ്ങൾ അൺക്ലീൻ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ അശുദ്ധരായെന്ന് ഉറക്കെ വിളിച്ചു. അപ്പൊ എന്ത് പറ്റും, അവർ ആ വഴി മാറി അവര് പോവുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ലെപ്രോസിയെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് നോക്കുവാണെങ്കിൽ ലേവ്യ പുസ്തകത്തിലാണ് നമുക്ക് ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കും. അവിടെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആസ് എ സിൻഫുൾ ഓർ അൺക്ലീൻ ഡിസീസ് ആയിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ, അല്ലെ ആ ഒരു ഭാഗത്ത് അവിടെ കാണുന്നത് അശുദ്ധമായത് അല്ലെങ്കിൽ പാപകരമായ രോഗമാണ് എന്ന് കുഷ്ഠരോഗത്തെ നമുക്ക് അവിടെ കാണുവാൻ അല്ലെങ്കിൽ അവിടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു സയന്റിഫിക്കലായിട്ട് നമുക്ക് അത് നോക്കുവാണെങ്കിൽ ലെപ്രോസി അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിസീസ് ആണ് നമുക്ക് ലെപ്രോസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ വാക്കില്ല, അതിന്റെ പറയാം മയോ ബാക്ടീരിയം ലെപ്രേ എന്ന വാക്കിനാണ് അത് നമുക്ക് അറിയപ്പെടും. കാരണം അത് ഇറ്റ്സ് എ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്, അത് പകരുന്ന ഒരു രോഗമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഒരാൾക്ക് ഈ ഒരു രോഗമുണ്ടെങ്കിൽ അവൻ ആദ്യം ചെല്ലേണ്ടത് പുരോഹിതനാണ്. പുരോഹിതൻ അവിടെ സർട്ടിഫൈ ചെയ്യുന്നത് നീ പട്ടണത്തിൽ താമസിക്കാൻ പറ്റുമോ അതോ പട്ടണത്തിന് പുറത്ത് താമസിക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ ആൾക്കാർ എപ്പോഴും തള്ളപ്പെട്ടവരാണ്, ഒരിക്കലും സമൂഹത്ത് വരാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണങ്ങൾ ഇവര് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഇവര് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും മാറ്റി നിർത്തുകയാണ് അല്ലെ, കാരണം സമൂഹത്തിൽ ഇവരെ അടുപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇവരുടെ സ്ഥാനം എപ്പോഴും പറഞ്ഞാൽ ഒരു പട്ടണത്തെ പുറത്ത് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും പോകാൻ ഒക്കത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ ഈ ഒരു ലെപ്പർ അല്ലെങ്കിൽ ഈ ഒരു ഇവര് നടക്കുകയും ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ ഇവിടെ നാം കാണുന്നത് അവർ ഒരു വിശ്വാസത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവര് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ കർത്താവായ യേശു ക്രിസ്തു അവരെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ എല്ലാവരും ഒരു സെയിം ക്വാളിറ്റി, ഒരു സെയിം ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ സാധിക്കും. ഒന്ന്, വേദനയിലൂടെ അവര് ക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്ത് ക്രിസ്തു ഞങ്ങളെ സൗഖ്യം ചെയ്യുന്നു. പക്ഷെങ്കിൽ ഇവിടെ നാം കാണാൻ ക്രിസ്തു എന്താ പറയുക, നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട് അല്ലെ. അവർക്കറിയാം ഇത് ഞങ്ങൾ പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ സർട്ടിഫൈ ചെയ്ത് തരത്തുള്ളൂ, ഞങ്ങൾ സൗഖ്യമായിട്ടുണ്ട്, ഞങ്ങൾ പട്ടണത്തിൽ പാർക്കാൻ പറ്റുമോ, അവരുടെ സമൂഹത്തിൽ താമസിക്കാൻ പറ്റുമോ, അവരാ സർട്ടിഫൈ. പക്ഷെങ്കിൽ വേണമെങ്കിൽ ക്രിസ്തുവിനോട് ആ സമയത്ത് അവരെ സൗഖ്യമാക്കാമായിരുന്നു. വേണമെങ്കിൽ ക്രിസ്തു പറഞ്ഞല്ലോ നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്ത് പോകും. വേണമെങ്കിൽ ആ വാക്ക് കേട്ട് ആ ഒരു കുഷ്ഠരോഗ ബാധിച്ചവർ ഒരു പക്ഷേ വേണമെങ്കിൽ പോകാതിരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ആ 10 പേരുടെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവര് ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് അത് അനുസരിച്ച് അവർക്കറിയാം ഇനിയും ഈ വേദന വെച്ച് വീണ്ടും നടന്ന് ആ പുരോഹിതന്മാരുടെ അടുത്ത് ചെല്ലണം എന്ന് അവർക്കറിയാം. പക്ഷെങ്കിൽ ആ ഒരു വിശ്വാസം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ആ ഒരു ഫെയ്ത്തിന് ക്രിസ്തു ആ സംഭവം പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച്, ആരും അതിനകത്ത്
ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ല, അവരെല്ലാവരും ആ 10 പേര് ഒരുമിച്ച് പോകുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ടു ഹാവ് ഫെയ്ത്ത്, റിന്യൂവൽ ഓഫ് അവർ ഫെയ്ത്ത്. ഈ ഒരു നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരു റിന്യൂവൽ ഉണ്ടാകണം. ഒരു നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ ചില സമയത്ത് എന്തോ നമ്മുടെ വിശ്വാസം നമുക്ക് ഒന്ന് ഡൗൺ ആയി പോകും. നമുക്കറിയാം ഇന്ന കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ലഭിക്കുന്നു, പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഒരു സമയം കഴിയുമ്പോൾ കിട്ടാൻ ലഭിക്കുന്ന നമ്മുടെ വിശ്വാസം എന്താവും, അത് ഒന്ന് കുറയുമോ, ഇത് ഞാൻ കിട്ടുമോ ഇല്ലയോ. പക്ഷെങ്കിൽ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24 പറയുന്ന, വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യുവേഴ്സ് എന്ന് പറയുന്നുണ്ട്. വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യുവേഴ്സ് എന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം വേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ ഉത്തരാഞ്ചൽ മിഷനിലേക്ക് വന്ന സമയത്ത് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്തല്ലോ, പെട്ടെന്നാണ് നമ്മൾ താമസിച്ച ഒരു വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. കാരണം ഞാൻ വന്ന ഒരു 4 മാസം മാത്രമേ ആ പഴയ വീട്ടിൽ താമസിച്ചുള്ളൂ, ഒരു ഇൻഡിപെൻഡന്റ് വീടായിട്ട്. പക്ഷെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ ആ ഓണർ പറഞ്ഞ വീട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ ഇവിടെ വന്നപ്പം ഈ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ആയിരുന്നു. വെറും ഒരു 500 രൂപ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് നമ്മുടെ ഈ മിഷൻ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ആ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായ പ്രയാസങ്ങളോ, എങ്ങനെ ഇത് ഇത്രയും ടൈറ്റായിട്ടുള്ള ഒരു മിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നത് നമുക്കൊരു വീടെടുക്കുവാൻ സാധിച്ചു. ബുദ്ധിമുട്ടിനോ പ്രയാസങ്ങളോ എങ്കിലും ആ ബുദ്ധിമുട്ട് പ്രയാസത്തിലൂടെയും നമുക്ക് നമ്മുടെ ഈ മിഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബലയായ ദൈവം എന്നെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തിയാൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊല്ലും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ കടന്നു, പക്ഷെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കളയാതെ അല്ലെ ഒരു വീണ്ടും ഒന്ന് പുതുക്കിക്കൊണ്ട് അത് മുന്നോട്ട് വരും. കാരണം നമ്മൾ ഏത് കാര്യം ക്രിസ്തുവിനോട് ചോദിച്ചാൽ അവൻ നമുക്ക് നിർവഹിച്ചു തരും. പക്ഷെങ്കിൽ അത് ക്രിസ്തുവിന്റെ ഒരു സമയമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദൈവം എന്ത് ചെയ്യും, നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഇവിടെ നാം കാണുന്നത് അത് തന്നെയാണ്. വേണമെങ്കിൽ ആ സമയത്ത് ക്രിസ്തുവിനെ സൗഖ്യപ്പെടാം, പക്ഷെങ്കിൽ അവരുടെ വിശ്വാസത്തെ, അവരുടെ ഫെയ്ത്തിനെ അവർ ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ആ 10 പേര് ഒരുമിച്ച് ആ ഒരു പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാനാകെ നമ്മുടെ ജീവിതത്തിൽ ഒരു റിന്യൂവൽ ഓഫ് അവർ ഫെയ്ത്ത്, ലൈഫിൽ ഒരു പുതുക്കത്തിന്റെ ഒരു അനുഭവം. നമ്മൾ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ, ലെറ്റ് us examine our faith. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ. നമ്മൾ കഴിഞ്ഞ വർഷം നോമ്പ് ആചരിച്ച് ഗുഡ് ഫ്രൈഡേ ആചരിച്ച് ഈസ്റ്റർ ആചരിച്ച് ഈ വർഷം വീണ്ടും 2024 ആണ്ടിലെ ഗുഡ് ഫ്രൈഡേ ഈസ്റ്ററും അല്ലെ നോമ്പൊക്കെ ആചരിക്കാൻ ദൈവം ഒരു അവസരം കൂടെ നൽകി തരികയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ വിശ്വാസങ്ങൾ, ആ ഒരു പഴയ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ആ വിശ്വാസം വളർന്നോ അതോ കുറഞ്ഞോ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് എക്സാമൈൻ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന, അവിടെ 10 പേര് മടങ്ങിപ്പോയി. അവർ പോകുന്ന വഴിയിൽ തന്നെ എന്ത് ചെയ്ത് അവര് സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ മടങ്ങി വന്ന് എന്ത് ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, അവര് ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഓൺ ഹിസ് വേ, അവരുടെ ആ പോകുന്ന വഴിയിൽ തന്നെ അവർ സൗഖ്യമാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ എപ്പോഴും ഈ ഒരു പോഷൻ വായിക്കാൻ പറയും, ഒരാൾ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുള്ളൂ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പക്ഷെ ആ ഒരു 9 പേര് ഒരു പക്ഷെ ആ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവർ ആ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ദൈവത്തെ നന്ദി പറഞ്ഞാണ്, അല്ലെങ്കിൽ അവർ ഓർത്താണ് ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം ക്രിസ്തുവിനെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞോളാം എന്ന് ഒരു പക്ഷെ ഓർത്താണ്. പക്ഷെങ്കിൽ അവിടെ വ്യത്യാസമായിട്ട് ആ ഒരു വ്യക്തി മാത്രമേ മടങ്ങി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അല്ലെ, അവൻ എന്ത് ചെയ്ത്, അവൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെ, ആ വിശ്വാസം ക്രിസ്തു എന്നെ ക്യൂർ ചെയ്ത്, സോ ഹി റിയലൈസ് ഐ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് താങ്ക് മൈ ലോർഡ്. ഞാൻ തിരിച്ചു ചെന്ന് ക്രിസ്തു നന്ദി പറയാം, അത് എന്റെ കടമയാണെന്ന് അവന് അത് ബോധ്യമായി മനസ്സിലാക്കിയപ്പോ എന്ത് ചെയ്തു, ഹി റിട്ടേൺ ബാക്ക്. ഒരു പക്ഷെ അവന് 1-2 ദിവസം എടുത്ത് കാണും ക്രിസ്തുവിനെ അന്വേഷിച്ച് നടന്നു കാണും, അല്ലെങ്കിൽ ഒരു പക്ഷെ 2-3 ആഴ്ചകൾ എടുത്ത്, ചിലപ്പോൾ മാസങ്ങൾ എടുത്ത് കാണും. പക്ഷെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു അവിടെ കാണുന്നത്, അവൻ ചെന്ന് ദൈവത്തെ പ്രൈസ് ചെയ്യുന്നതായിട്ട്. ഒന്ന്, ഹി റിട്ടേൺ, അവിടുന്ന് മടങ്ങി വന്ന് ആ സൗഖ്യം പ്രാപിച്ച ശേഷം അവൻ ഒന്നാമതായി ചെയ്യുന്ന അവൻ മടങ്ങുകയാണ്. ക്രിസ്തുവിന്റെ അടുത്ത് ഓടി വന്ന് അവൻ ദൈവത്തെ പ്രൈസ് ചെയ്ത് 3 കാര്യം അവൻ ചെയ്തത്. ഒന്ന്, അവൻ റിട്ടേൺ. രണ്ടാമത്തത് ഹി പ്രൈസ് ഗോഡ്. മൂന്നാമത്തത് ആൻഡ് താങ്ക് ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ നന്ദി അർപ്പിച്ചു. അങ്ങനെ അവൻ മടങ്ങി വന്നുകയും ചെയ്തത്. നമ്മൾ 3 കാര്യങ്ങൾ അവിടെ നമുക്ക് ആ ഒരു വേദഭാഗത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് എപ്പോഴും ദൈവത്തെ നന്ദി പറയണം. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് നന്ദി പറയാം, ദൈവം നമുക്ക് നൽകി തരും. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അത് മറന്നു.
പക്ഷെങ്കിൽ ഇവിടെ നാം കാണുന്നത് അവൻ ആ സമയത്ത് തന്നെ മടങ്ങി ക്രിസ്തുവിന് നന്ദി അർപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിലും നമ്മളും ചെയ്യേണ്ടത്, നമ്മളും മടങ്ങി വന്ന് ക്രിസ്തുവിന് നന്ദി പറയേണ്ടത് അത് ആവശ്യമാണ്. നമ്മുടെ നന്ദി പ്രകടനം ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തർ രീതി അനുസരിച്ച് നമുക്ക് ദൈവത്തിന് നന്ദിയാണ്. അത് അവരവർ ഇഷ്ടം, അതെങ്ങനെ അവർ താങ്ക് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ഈ കുഞ്ഞുങ്ങൾക്ക് നടത്താൻ പോകുന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു യൗവനക്കാരൻ പെട്ടെന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, അച്ഛാ ഇത് ഉത്തരാഞ്ചൽ മിഷനിലെ ഉത്തരാഞ്ചൽ അച്ഛനല്ലേ? ഞാൻ പറയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനോട് സംശയം, ഈ മിഷനെ കുറിച്ചൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ, ഞാൻ അത് ഒരു 5 മിനിറ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു അനുഗ്രഹം, ഒരു പ്രതിസന്ധിയിൽ നിന്ന്, ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പുതിയ വഴി ലഭിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിന് നന്ദി അറിയാം, പക്ഷെ അത് എനിക്ക് ഒരു മിഷനെ സഹായിച്ചുകൊണ്ട് ആകണമെന്ന് എന്നോട് കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നത് കുഴപ്പം. ഞാൻ ആദ്യമേ ഓൾറെഡി ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ പറയല്ല, ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ മിഷനെ കുറിച്ചൊന്ന് അറിയുവാനോ ഒന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ എനിക്ക് ഈ മിഷൻ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു അനുഗ്രഹമുണ്ട്. അദ്ദേഹം കടന്നുപോയ ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഓവർകം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നന്ദി പ്രകടനമാണ് ഈ എന്നോട് കാണിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മിഷനെ കാണിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളോട് കാണിച്ചത്, സഹായിക്കണം. അങ്ങനെ ആ വ്യക്തി നമ്മളെ അന്ന് മുതൽ ഇന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ ദൈവത്തോടുള്ള നന്ദി പ്രകടനം. അത് ഏത് രീതിയിലാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം, അത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ ഇവിടെ നാം കാണുന്ന ആ വ്യക്തി മടങ്ങി വന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് നമ്മൾ എക്സാമൈൻ ചെയ്യാൻ നോക്കണം. രണ്ടാമത്തത്, മടങ്ങി വരവ്. അത് ആ സമയത്ത് തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു വേർപാടിന്റെ ദുഃഖത്തിൽ, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മൾ വിട്ട് പിരിഞ്ഞു പോകും, നമ്മൾ ആ സമയത്തൊന്നും ദൈവത്തോട് നന്ദി പറയും. പക്ഷെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ, എല്ലാം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമ്മൾ എപ്പോഴും വി ഗിവ് ഓൾ പ്രൈസ് ആൻഡ് ഓണർ ടു ഗോഡ്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും വേദന വരുമ്പോൾ നമ്മൾ അതിനെ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്? അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് വായിച്ച ആ വാക്യം, വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം യു റിസീവ് ഇറ്റ്, ബട്ട് വി ഹാവ് ടു ബിലീവ്. എങ്ങനെ ബിലീവ് ചെയ്യാൻ? നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ ബിലീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ലഭിച്ചെന്ന് കാണുവാൻ സാധിക്കും. അത് തന്നെ ആ ഒരു കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ഒന്ന്, അവർ ക്രിസ്തുവിനെ അനുസരിച്ച ആ വഴിയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചത്. മൂന്നാമത്, ആ സൗഖ്യം പ്രാപിച്ച ഒരാള് അവന് ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ആ സമയത്ത് അവൻ മടങ്ങി വന്ന് ദൈവത്തെ നന്ദി പറയുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെ ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ഈ കടന്നു വരുന്ന, അല്ലെ ഈ ഗുഡ് ഫ്രൈഡേയും നമ്മുടെ പാഷൻ വീക്ക് ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് ഏറെ നന്മകൾ, അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. നാം കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. നോമ്പിന്റെ നാളുകളിൽ നമ്മിലേക്കൊന്ന് നോക്കുവാൻ, ദൈവം നമുക്ക് നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുള്ള സമയമാണ് എന്ന് നാം കേട്ടുവല്ലോ. കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ദൈവം നൽകുന്ന നന്മകൾക്ക്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കരയേറ്റുവാനൊക്കെയും ഈ നാളുകളിൽ നമുക്കിടയാകണം. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അവൻ നൽകിയതല്ലാതെ നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. നാം അനുഭവിക്കുന്നത്, നാം ആയിരിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ വലിയ കൃപയാണ്. നാം ഈ രാത്രിയിൽ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. ആ ദൈവവചനം കേൾക്കുന്നവരായി മാത്രമല്ല, ഇത് ചെയ്യുന്നവരായി ഈ ലോകത്തിൽ ദൈവവചനത്തെ അത് ആക്ഷനിൽ കൊണ്ടുവരുവാൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയമായി നമ്മോട് ഇന്ന് ദൈവവചനം സംസാരിച്ച പ്രിയ അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഉത്തരാഞ്ചൽ മിഷന് നേതൃത്വം നൽകുവാൻ തക്കോണം ഈ നാളുകളിൽ പ്രിയ ദാസനെ, അച്ഛനെ ഇടയാക്കുന്നുവല്ലോ. ആ മിഷന്റെ പ്രവർത്തനങ്ങളുടെ മേൽ ദൈവമേ നീ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് വെല്ലുവിളികളും ധാരാളം ഭാരങ്ങളുമുള്ളതായ ഒരു ദേശം, വചനത്തോട് അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയോട് ചേർന്നു പോകാത്തതായ ഒരു വലിയ സമൂഹം. ആ സമൂഹ മധ്യത്തിൽ
പുതിയ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന്റെ കാരണമായി തീരുവാൻ തക്കോണം ദൈവമേ നീ സഹായിക്കണമേ. അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെയും നടത്തപ്പെടുന്നതായ പ്രവർത്തനങ്ങൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ തക്കോണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഓപ്പൺ ആയിട്ടൊന്നും മിഷൻ വർക്ക് ചെയ്യുവാൻ പറ്റാത്തതായ സാഹചര്യമാണ് എന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. കർത്താവെ, അവിടെ ചെയ്യുന്നതായ പ്രവൃത്തികൾ കർത്താവെ നിന്നെ കാണുന്നതിന് മുഖാന്തരമായി തീരുവാൻ, നിന്നിൽ വിശ്വസിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ തക്കോണം ദൈവമേ നീ ഇടയാക്കണമേ. അവിടെ പ്രവർത്തിക്കുന്നവര്, അച്ഛനെ കൂടാതെ അവിടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിന് മാത്രമല്ല ദേശത്തിന്റെ രൂപാന്തരത്തിന് തന്നെ, ദേശം നിന്നെ കാണുന്നതിന് മുഖാന്തരമായി തീരണമേ. പ്രത്യേകിച്ച് അവിടുത്തെ ആവശ്യങ്ങളുടെ മേലൊക്കെയും കൂടെ ഇരിക്കണം. നിന്റെ കൃപയാല പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം, ശക്തീകരിക്കണമേ. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞും അവിടെ പാർക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവകൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ദൈവമേ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ അച്ഛനെയും കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളാലാവും വിധം കർത്താവെ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങളെയും ദൈവമേ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുവാൻ തക്കോണം നമ്മെ ഇടയാക്കിയല്ലോ. വചനം പങ്കിടുവാൻ ഈ അച്ഛനെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. തലവണക്കിരിക്കുന്ന നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ നോമ്പിന്റെ നാളുകൾ ഏറ്റവും വിശുദ്ധിയോടെ പ്രാധാന്യത്തോടെ അത് ഉൾക്കൊള്ളുവാൻ, അതിലായിത്തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ദൈവം നൽകുന്ന നന്മകൾക്ക് നന്ദി പറയുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ ഭവനങ്ങളെ ഓർക്കാം, നമ്മുടെ ഇടവകയെ ഓർക്കാം, എല്ലാ പ്രവർത്തനങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ തന്നെ രോഗികളായി ഭാരത്തിലൂടെ മറ്റു പ്രയാസങ്ങളിലൂടെ ഒക്കെയും കടന്നു പോകുന്നവര്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ളവരൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. ഏവരുടെ മേലും ദൈവകൃപ കൂടെ ഇരിക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കോണം സഹായിക്കണം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൺഫർമേഷൻ ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവകരങ്ങളിൽ ഏവരെയും താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആവശ്യങ്ങളുണ്ട്, നമ്മുടെ തന്നെ ഭാരങ്ങളുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവര്, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലൂടെ കടന്നു പോകുന്നവര്, അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. നമ്മെ തന്നെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കാം. നമ്മുടെ ഇടവകയോ ആകമാനം അർപ്പിക്കാം. പ്രത്യേകിച്ച് ഹോളി വീക്കിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവവും പീഡവും നമുക്ക് വേണ്ടി അവൻ സഹിച്ച പീഡനവും ഒക്കെയും നാം ധ്യാനിപ്പാൻ ഒരുങ്ങുമ്പോൾ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം പങ്കിടുവാൻ നാം ഒരുങ്ങുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കൂടിവരവുകൾ, കൂട്ടായ്മകൾ ഏറ്റവും അർത്ഥപൂർണമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം നമ്മോട് പങ്കിട്ട പ്രിയ അച്ഛനെയും കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഉത്തരാഞ്ചൽ പ്രദേശത്തെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുവാൻ, ആ സാധ്യതകളിൽ ഭയം കൂടാതെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ നിന്റെ ആത്മാവിനാൽ പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കണമേ. അവരെ നിന്റെ കൃപയിൽ കാത്തു പരിപാലിക്കണമേ. നിന്റെ ചെറുകടിയിൽ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും, നാം കേട്ട ദൈവവചനത്തെയും ഓർത്ത് ഇപ്പോൾ അന്നമ്മ ഉമ്മൻ ആന്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ദിവസത്തിന്റെ പ്രഭാതം മുതൽ അടിയങ്ങളെ ഈ നിമിഷം വരെ സൂക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകമായിട്ട് നോയമ്പിന്റെ കാലയളവില് ഈ ആഴ്ചത്തെ പ്രേയർ കുടുംബങ്ങളായിട്ട് ആരാധിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ ഏവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ഉപകാരത്തിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്ന വൃഥായി പോകാൻ ഇടയാകരുത് കർത്താവെ. ജീവിതത്തിന്റെ നന്മയാണെന്ന് ഓർത്ത് മനസ്സുകളെ രൂപാന്തരപ്പെടുത്തി പ്രത്യാശയോടെ, പ്രാർത്ഥനയോടും യാചനകളോടും ആയിരിക്കാൻ ഏവരെയും സഹായിക്കണമേ. കർത്താവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയോട് ചെയ്ത ഉപകാരങ്ങൾ വളരെയാകുന്നു. എത്ര അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പള്ളി ഒരുക്കുകയും അതിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റി തന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരമള്ളി ദൈവമാകൊണ്ട് സ്തോത്രം. സഭയെ ഓർക്കുന്നു, കമ്മിറ്റിക്കാരെയും അച്ഛനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവരെയൊക്കെ ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. എല്ലാവരിലും കൂടെ അത്ഭുതങ്ങൾ കാണുവാൻ, ഈ നല്ല കാര്യങ്ങളൊക്കെ കാണുവാൻ തക്കൊണ്ട് അടിയങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടും ആയുസോടും കൂടെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെറിയ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസൻ എത്രത്തോളം അടിയങ്ങൾക്കൊക്കെയും വേണ്ടി പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെയും പിടിച്ചു നിർത്തുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിതങ്ങൾ മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഈ സമയത്ത് ഞങ്ങൾക്ക് വചനം നൽകിയ അച്ഛനെ പ്രത്യേകമായിട്ടും ഓർക്കുന്നു. അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെയും കണ്ട് ഞങ്ങൾ കർത്താവെ അതിന് പരിഹാരകനായിട്ട് ഞങ്ങളുടെ ആരുടെ സഹായം അല്ല വലുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ആയിരിക്കാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ അവരോടൊക്കെയും കൂടി അവിടുത്തെ നടപടികൾ മാത്രം ഉണ്ടായിരിക്കുന്ന കർത്താവെ കൂടുതലായിട്ട് സഹായിക്കണമേ. ആരോഗ്യത്തോടും ആയുസ്സോടും ശത്രുക്കളുടെ മധ്യ ജീവിക്കുന്ന അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും കൂടാതെ ദൈവസന്നിധിയിൽ പച്ചവെച്ചും പുഷ്ടിവെച്ചും കാണട്ട് കർത്താവെ. അസ്വസ്ഥകളൊന്നും കൂടാതെ എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭപരമായിട്ട് വീണ്ടും ഓർക്കുന്നു. സഭയിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിന്റെ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ആശുപത്രി വീടുകളിലും ഭവനങ്ങളുമായിട്ട് നിരാശരായിട്ട് കഴിയുന്നവർ ഞങ്ങളുടെ സഭയിലുണ്ട് കർത്താവെ. അതിലുപരിയായിട്ട് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഉദ്യോഗങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഈ യൗവനക്കാരെ വിവിധ ആവശ്യങ്ങളാലെ നെഞ്ചുപൊട്ടി കരയുന്നവരുണ്ട് കർത്താവെ. അവിടുന്ന് എല്ലാവർക്കും സമാധാനം നൽകുവാനും സൗഖ്യം നൽകുവാനും എല്ലാവരുടെയും ജീവിതത്തെ പരിഹരിക്കുവാനും കർത്താവിന് കഴിയും. അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നോയമ്പ് കാലത്ത് അടിയങ്ങളങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു. അവിടുത്തെ ക്രൂശിത മറിയം ഞങ്ങളെ നിർത്തിക്കൊള്ളുമേ. ദോഷങ്ങൾ നിറഞ്ഞ ലോകത്തെ, പാപങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, അന്യോന്യ സ്നേഹവും വിശ്വാസവും ഒന്നുമില്ലാത്ത ലോകത്തിലാകുന്ന കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. അവരുടെ മധ്യേ ഞങ്ങൾ സാക്ഷികളായിട്ട് കാണപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വത്തിനായിട്ട് ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ സഭയായിട്ടും കുടുംബങ്ങളായിട്ടും അടിയങ്ങളെ സഹായിക്കണം കർത്താവെ. താഴ്ത്തി ഏൽപ്പിച്ചുകൊള്ളുന്നതാ ഞങ്ങളെ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിട്ട് ഇപ്പൊ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനേകം വിവിധമായ രോഗവും ദുഃഖവും പ്രതികൂലങ്ങളുമുള്ള ലോകത്തിലാ മനുഷ്യനെ സ്നേഹിക്കാതെ കടിച്ചു തിന്നുന്ന ലോകത്തിലാകുന്നു ജീവിക്കുന്നത്. അവരുടെയൊക്കെ മധ്യ അടിയങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ സാക്ഷികളായിട്ട് ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നത് എന്നുള്ള ഒരു സാക്ഷിയിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം ഈ കാലം വരെ കാത്തു സൂക്ഷിച്ച കർത്താവെ, ഈ നോയമ്പ് കാലത്തും ഈ വർഷത്തെ ഈ നോയമ്പ് കാലത്തും അടിയങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരമായിട്ട് അങ്ങക്ക് പ്രയോജനമുള്ളവരായിട്ട് ശോഭിപ്പാൻ ഇടയാക്കണമേ. അടിയങ്ങളെവരും അങ്ങയുടെ സന്നിധി വിട്ട് ഓടിപ്പോകാൻ മറ്റൊരിടമില്ല കർത്താവെ. ഏതവസ്ഥയിലും ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം വിശ്വസ്തനാകൊണ്ട് സ്തോത്രം. കുറവുകളും കുറ്റങ്ങളും ഏറെയുണ്ട് കർത്താവെ, ക്ഷമിക്കണമേ. ന്യായമായ രീതിയിൽ സത്യത്തോടും ന്യായത്തോടും ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. കുടുംബങ്ങളായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ അഹങ്കാരങ്ങൾ ഒരിക്കലും അടിയങ്ങൾ ബാധിക്കാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണമുള്ളവരായിട്ട് താഴ്മയിലും വിനയത്തിലും അന്യോന്യ സ്നേഹവിശ്വാസത്തോടും സഭയായിട്ടും കുടുംബങ്ങളായിട്ടും ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇത്രത്തോളം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ കാണപ്പെടുവാൻ സഹായിക്കണമേ. പ്രാർത്ഥിപ്പാൻ ആർക്കൊക്കെ കടംപെട്ടുള്ള അങ്ങനെയുള്ളവരെ ഒക്കെ ഓർത്തുകൊള്ളുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും ഈ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ കഴിയുന്നു. നാട്ടിലുള്ളവരും ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി വിവിധ സ്ഥാനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവെ. അവരെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ മക്കളെ ഒക്കെയും കാത്തുകൊള്ളണമേ. ഒരാപത്തും കൂടാതെ സൂക്ഷിക്കണമേ. ഈ നോയമ്പ് കാലത്ത് അവരും ഞങ്ങളും ഏകാഗ്ര ഹൃദയത്തോടെ എവിടെയായിരുന്നാലും പ്രാർത്ഥനയോടെ കഴിയാൻ സഹായിക്കണമേ. കർത്താവെ, കുറവുകൾ ഓർക്കാതെ അനുഗ്രഹിച്ചിട്ട് അടിയങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. തിരുരക്തത്തിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങൾ വൃഥായി പോകാൻ ഒരിക്കലും ഇടയാകരുത്. അവിടെ തന്നിരിക്കുന്ന ഈ അൽപായുസ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രത്യാശയോടെ കഴിയാൻ ഏവരെയും കുടുംബമായിട്ടും വ്യക്തികളായിട്ടും സഭയായിട്ടും അടികളെ സഹായിക്കണമേ. പ്രത്യേകമായിട്ടും വചനം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അച്ഛനെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുന്നു. അവരുടെ കഷ്ടതയും പ്രയാസങ്ങളും അവർ സഹിച്ച ത്യാഗങ്ങളും ഒക്കെ വളരെ ആകുന്നു കർത്താവെ. അവർക്ക് ആശ്രയമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ സഹായമൊക്കെയും വൃദ്ധമാകുന്നു. ദൈവതമ്പുരാന്റെ സഹായമാണ് ആവശ്യം. കർത്താവ് അവർക്ക് സഹായമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അറിയുന്നതിനായ ദൈവസ്ഥലേക്ക് ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും ഇറങ്ങി വെച്ചുകൊണ്ടും യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടമേ, രാജ്യം വേണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കഴിശംസിക്കുന്ന പോലെ കടം ദോഷം ക്ഷമിക്കാം. ഞങ്ങളെ പരിശുദ്ധ ദോഷം രാജ്യം ശക്തി മഹത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ മേൽ നാം പ്രാർത്ഥന ലോകത്തെല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇന്ന് നമ്മോട് വചനം സംസാരിച്ച പ്രിയ അച്ഛന്റെ മേൽ അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ
നമ്മുടെ ജീവിതാനുഭവങ്ങളും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കും. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 5-ാം ദിനവും നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ തക്കോണം ഇടയായല്ലോ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിലായിരുന്നു നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയായി. ഈ നോമ്പിന്റെ നാളുകൾ അന്വർത്ഥമാകുന്ന രീതിയിൽ ധ്യാനത്തിന്റെ ഭാഗമായി, നോമ്പ് ധ്യാനങ്ങളുടെ ഭാഗമായി തീരുവാൻ തക്കോണം നമ്മെ ദൈവം ഇടയാക്കി. ധ്യാനങ്ങൾ നമ്മെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് നയിക്കട്ടെ, ജീവിതം നന്മയുള്ളതാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് വചനം സംസാരിച്ചത് ബഹുമാനമുള്ള ജിജോ അച്ഛനാണ്. അച്ഛൻ നാം കേട്ടതുപോലെ ഉത്തരാഞ്ചൽ മിഷന്റെ മിഷണറിയാണ്. ഈ നാളുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം ഈ നാളുകളിൽ അച്ഛൻ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ആ ചുറ്റുപാടിൽ ദൈവത്തിന്റെ സാധ്യതയായി നിൽക്കുവാൻ, സാധ്യതകൾ കണ്ടെത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അച്ഛൻ ഇടയാകുന്നു. അച്ഛൻ കുടുംബമായി അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു. തുടർന്നും അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളുടെ മേൽ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളാലാവും വിധം അവിടത്തെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് ഇടയായി തീരണം. ഏവരും ഈ മിഷൻ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളാലാവും വിധം അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കോണം നമുക്ക് ഇടയായി തീരണം. ബഹുമാനമുള്ള അച്ഛൻ ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തു. വചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് നൽകി. കടന്നു വന്നതിൽ മെസ്സേജ് നൽകിയതിൽ ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് അച്ഛനോട് ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു അച്ഛ. താങ്ക് യു ഫോർ കമ്മിങ്. അതോടൊപ്പം ഇന്ന് വിവിധ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. ഇതിൽ പാഠം വായിച്ചവര്, പ്രാർത്ഥിച്ച സുഷാമാണി ആന്റി, പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ അൻപിൻ, നേഹ, സങ്കീർത്തനം വഹിച്ച അഭിലാഷ്, പാഠം ലാസ്റ്റ് പ്രയർ ചെയ്ത അന്നമ്മ ആന്റി, അതോടൊപ്പം ഇതിന്റെ PPT റെഡിയാക്കിയ സ്നേഹ, ഇത് മോഡറേറ്റ് ചെയ്ത കോശി പി തോമസ്, ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി അച്ഛൻ ഇപ്പോൾ കടന്നു വന്ന് എനിക്കൊന്ന് വീണ്ടും അച്ഛൻ റീജോയിൻ ചെയ്തതാണ്. അച്ഛനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മയൊക്കെയും ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. താങ്ക് യു. താങ്ക് യു അച്ഛ. എല്ലാവരോടുള്ള ഒരു പ്രാവശ്യമുള്ള നന്ദിയും സ്നേഹം ഞാൻ ഈ സമയത്ത് ഉത്തരാഞ്ചൽ മിഷൻ പേര് അറിയുന്നു. അതോടൊപ്പം തന്നെ എന്റെ ഇടവക മെമ്പറായ ആശിഷും കുടുംബം അവിടെ ഉണ്ടെന്ന് അത് വളരെ സന്തോഷമുള്ള കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആശിഷ മാതാവും ഉണ്ട്, അതും വളരെ സന്തോഷം. അതുകൊണ്ട് ആശിഷിന്റെ ശുശ്രൂഷയും ആ ഒരു ആലയത്തിനും അവിടുത്തെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റ് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം ഈ സമയത്ത് തന്നെ അറിയിക്കുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night, Acha.